നമസ്കാരം. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന പോളിംഗ് വൈകുന്നേരം 4 മണി വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. വോട്ടെണ്ണലും ഇന്ന് തന്നെ തുടങ്ങുന്നുമുണ്ട്. എന്തായാലും ഫലം നാളെ രാവിലെയോടുകൂടി തന്നെ പുറത്തു വരികയും ചെയ്യും. നിലവിൽ ബംഗ്ലാദേശിലെ ഈ പൊതു തെരഞ്ഞെടുപ്പ് അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു രാജ്യത്ത് സ്വതന്ത്രമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നത് തങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ബഹിഷ്കരണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന വാദം. രാഷ്ട്രീയ ആക്രമണങ്ങൾ വളരെ വ്യാപകമായ രീതിയിൽ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നു വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മേൽ വലിയ സുരക്ഷാ ഭീഷണികളുമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നിലവിൽ 8 ലക്ഷത്തിലധികം പോലീസുകാരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വളരെ വലിയ സംഘർഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തി പ്രദേശങ്ങളിലും വലിയ ശക്തമായ സുരക്ഷ തന്നെയാണ് സൈന്യം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ബംഗ്ലാദേശിലെ 8 ലക്ഷത്തോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 300 പാർലമെന്റ് സീറ്റുകളിലേക്ക് 2000 സ്ഥാനാർത്ഥികളാണ് മത്സരത്തിനുള്ളത്. അവാമി ലീഗ് നേതാവും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീന തന്നെ തുടർച്ചയായ 4ാം തവണയും ബംഗ്ലാദേശിൽ അധികാരത്തിലേറും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.